നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോഹോ ബുക്സ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഹോ ബുക്സ് എന്താണ്, സോഹോ ബുക്സ് എങ്ങനെയാണ് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ എന്താണ് എന്നുള്ള പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോഹോ ബുക്സിൽ എങ്ങനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, അതായത് ലെഡ്ജറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുള്ളതുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് അക്കൗണ്ടിങ്, ജേർണൽ എൻട്രി എങ്ങനെയാണ് പാസ് ചെയ്യുക, ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, സോഹോ ബുക്സിൽ എങ്ങനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, അതായത് ലെഡ്ജറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ കിട്ടണമെങ്കിൽ നമ്മളിവിടെ ലെഫ്റ്റിലായിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ കുറെ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണും. ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ അക്കൗണ്ടന്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ അക്കൗണ്ടന്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊണ്ടിവിടെ കാണിക്കും. ഇപ്പൊ മാനുവൽ ജേർണൽസിന്റെ ബൾക്ക് അപ്ഡേറ്റിന്റെ ഇവിടെ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്. അപ്പൊ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ അവിടെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കുറെ ലെഡ്ജറുകൾ നമുക്ക് ഇവിടെ അങ്ങനെ കാണിക്കും. ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ലെഡ്ജറുകൾ ഓൾറെഡി ഉണ്ട്, ഡീഫോൾട്ട് ആയിട്ട് കുറെ ലെഡ്ജറുകൾ ഉണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ലെഡ്ജറുകൾ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാഡ് ഡെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാഷ് ഉണ്ട്, അതേപോലെ തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, ഡിസ്കൗണ്ടിന്റെ ഇതുണ്ട്, അതേപോലെ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ലെഡ്ജറുകൾ ഇവിടെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നമുക്ക് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ന്യൂ അക്കൗണ്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ന്യൂ അക്കൗണ്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ എത്തി. ഇവിടെ നമ്മൾ ആദ്യം ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോ ടാലിയിലാണെങ്കിൽ ഗ്രൂപ്പുകൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ആദ്യം നമ്മളിപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ലെഡ്ജറിന്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. നമ്മൾ ഏതൊരു ജേർണൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ലെഡ്ജർ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രി ചെയ്യുക. അപ്പൊ നമുക്ക് ഇപ്പോൾ ക്യാപിറ്റലാണ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകളൊക്കെ ഇവിടെ കാണിക്കും. അപ്പൊ നമുക്കിപ്പോൾ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വിറ്റി എന്നുള്ളതായിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇക്വിറ്റി എന്നുള്ളതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് എന്താണ് ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാപിറ്റൽ എന്നുള്ളത് കൊടുത്തു, നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് അക്കൗണ്ട് കോഡ് കൊടുക്കാം. അതേപോലെ നമുക്ക് ഈ ലെഡ്ജറിനെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണ് സേവ് ചെയ്യാം. നമ്മളിത് സേവ് ചെയ്തു. നമുക്ക് ആ ലെഡ്ജർ നമുക്ക് സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ വീണ്ടും ന്യൂ അക്കൗണ്ട് എന്നുള്ളത് എടുത്തു. നമുക്ക് ബാങ്കാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ന്യൂ അക്കൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് ബാങ്കിലേക്ക് കൊടുക്കാം. ബാങ്ക് കൊടുത്തു. ഇവിടെ നമുക്ക് ബാങ്കിന്റെ പേര് കൊടുക്കാം. SIB ബാങ്ക്, SIB ബാങ്ക് എന്ന് കൊടുത്തു. നമുക്ക് ഇനി ഇത് സേവ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ആ അക്കൗണ്ട് നമുക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പർച്ചേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ആ പർച്ചേസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് കൊടുക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസിന്റെ ഗ്രൂപ്പ് പറഞ്ഞെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് കൊടുക്കാം. പർച്ചേസ് സേവ് ചെയ്യാം. അത് സേവ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ ലെഡ്ജറായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഫർണിച്ചറാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ന്യൂ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് ആണ്. ഇവിടെ ഫിക്സഡ് അസറ്റ് കൊടുത്തു. ഇവിടെ ഫർണിച്ചർ, ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ ലെഡ്ജർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രൂപ്പുകളാണ് നോക്കേണ്ടത്. അപ്പൊ ഈ ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെയിൽസ് എന്നുള്ളത് ഓൾറെഡി ഉണ്ട്, നമുക്ക് ഇതിലുണ്ട്. അപ്പൊ ഉള്ളത് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടാണ് കാണിക്കുക. അവിടെ നമുക്ക് സെയിൽസ് എന്നുള്ളത് ഓൾറെഡി ഉണ്ട്, ആ സെയിൽസ് എന്നുള്ള ലെഡ്ജർ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ നമുക്ക് ഡെലിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊരു ലെഡ്ജർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് പർച്ചേസ് ഉള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എഡിറ്റിൻ്റെ അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡെലീറ്റ് എന്നുള്ളത് അടിക്കാം. ഡെലീറ്റ് അടിച്ചാൽ നമുക്ക് ഇവിടെ ഓക്കെ കൊടുക്കാം. നമുക്ക്
ചെയ്യാം. അതേപോലെ ഓൾറെഡി ഉള്ളതിന്റെ നമുക്ക് അപ്പൊ പേരൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേറൊരു പേരാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് എടുക്കാം. എഡിറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വേറെ പേര് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോ വെറുതെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്ക് ട്രാൻസാക്ഷനിലെ എമൗണ്ടുകളൊക്കെ അടിക്കുക, അത് നമ്മൾ ജേണൽ എൻട്രി ചെയ്യുമല്ലോ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ജേണൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ മാനുവൽ ജേണൽസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ മാനുവൽ ജേണൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ന്യൂ ജേണൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റിലും എമൗണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.